ഹാഡ് ഓൾവേസ് ബിലീവ് ദാറ്റ് ഐ ആം എൻ അവറേജ്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് കഴിവുകളൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അതൊന്നും തേച്ച് വരച്ചും എനിക്ക് പോളിഷ് ചെയ്ത് അത്ര കഷ്ടപ്പെടാനുള്ള ആ ഒരു മനസ്സ് എന്തുകൊണ്ടോ എനിക്കതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട എനിക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിലെ കോമ്പറ്റീഷൻസിലൊന്നും പങ്കെടുത്തിട്ടേയില്ല. സമ്മാനങ്ങൾ കിട്ടാണ്ട് വെറുതെ എന്തിനാ അവിടെ പോയിട്ട് ഉള്ള ഫ്രീ പീരീഡും കൂടെ കളയണേ എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു. കാരണം നന്നായിട്ട് പാടാൻ അറിയുന്ന, ഡാൻസ് കളിക്കാൻ അറിയുന്ന, ചിത്രം വരയ്ക്കാൻ അറിയുന്ന, സംസാരിക്കാൻ അറിയുന്ന, എക്സ്പ്രസീവ് ആവാൻ പറ്റുന്ന മക്കൾക്ക് ആ വേദി ഞാനങ്ങ് ഒഴിച്ചു വിട്ടുകൊടുത്തു. എനിക്ക് ആദ്യമായിട്ടൊരു സമ്മാനം കിട്ടുന്നത് 10ാം ക്ലാസ്സിൽ നിന്നാണ്, അതും ക്വിസിന്. അന്ന് 1ാം സമ്മാനം കിട്ടിയിട്ടും സ്കൂളിൽ നിന്ന് ഫെർദർ ലെവലിലേക്ക് സെലക്ട് ചെയ്തിട്ടും എൻ്റെ മനസ്സിൽ ഞാനൊരു ശിക്കാരി ശംഭുവായിരുന്നു. അത്രയ്ക്കുണ്ടായിരുന്നു ഞാൻ എന്നിൽ അർപ്പിച്ച വിശ്വാസം. പഠിത്തത്തിലും ഞാനൊരു ആവറേജ് ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഒന്നിനും ഫെയിലായിട്ടില്ല, മാർക്ക് കുറഞ്ഞിട്ടില്ല, ഒരു സബ്ജക്റ്റിനും ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല, ടീച്ചേഴ്സിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റിയിട്ടില്ല, ക്ലാസ് ടോപ്പർ ആയിരുന്നില്ല, ക്ലാസ് ലീഡർ ആയിരുന്നില്ല, ടീച്ചേഴ്സിൻ്റെ കംപ്ലയിൻസും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും ടീച്ചേഴ്സിനും ആർക്കും എന്നെ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഐ വാസ് ടോട്ടലി ഇൻവിസിബിൾ. ഓൺലി മൈ പാരൻസ് തോട്ട് ഐ വാസ് ദ ബെസ്റ്റ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. എന്നാലും ആ ബെസ്റ്റ് എന്നുള്ളൊരു വിശ്വാസത്തിൽ കയറി പിടിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എത്തിയേനെ. പക്ഷേ ഞാൻ പിടിച്ചില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ കെട്ടിപ്പടുത്ത എന്നെക്കുറിച്ചുള്ളൊരു ഇമേജ് ഉണ്ട്, അത് മാറ്റാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഫേർദർ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോഴും വരുമ്പോഴും ഞാനതിൽ പിടിച്ചു കയറാൻ തയ്യാറല്ല. ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി പിടിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ലൈഫ് ലിവ് ചെയ്യുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഐ ഡോണ്ട് നോ, ദ സ്റ്റാൻഡേർഡ് ഐ സെറ്റ് ഇസ് സോ ഹൈ ദാറ്റ് ഐ ഡോണ്ട് ഈവൻ വോണ്ട് ടു ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ദിസ് ഈസ് എ റിമൈൻഡർ ടു മൈ സെൽഫ് to be confident in who you are, to give it a try, to believe in whatever you are doing, enjoy the process and the results will follow. ഐഡിയാസ് ഒരുപാട് വരും, പക്ഷെ അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല, അതിനുള്ള സ്പേസും തലയിലില്ല, അതൊന്നും ചെയ്യാനുള്ള ടൈം ഉണ്ട് എന്നും തോന്നുന്നില്ല. സോ ഐ തോട്ട് I'll clear my thoughts. So yeah, take this video as my brain dump. Bye.